ഹലോ ഗായ്സ്, നമസ്കാരം. കെവിൻ സാം ആണ്. അങ്ങനെ ഇന്ന് മഞ്ഞുമൽ ബോയ്സ് കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മഞ്ഞുമൽ ബോയ്സ് കണ്ടതിന് ശേഷം കിട്ടിയ ഒരു 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 വൈബും ഒരു രസം എന്താ വെച്ചാൽ ഒരു വേറെ ലെവൽ തന്നെയായിരുന്നു. ഞാനിന്ന് OTT വന്നപ്പോഴാണ് സിനിമ കണ്ടത്. ആക്ച്വലി കണ്ട് തീർത്തപ്പോൾ ഓർത്ത് തിയേറ്ററിൽ കാണേണ്ടതായിരുന്നു എന്ന് തന്നെ എനിക്ക് തോന്നി. ആക്ച്വലി ഇതിൻ്റെ റിവ്യൂസും പിന്നെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഓർത്തു, ഏതായാലും ഇപ്പോൾ KGF തൊട്ടോ RRR തൊട്ടൊന്നും ആക്ഷനല്ലോ OTT വരട്ടെ നോക്കൂ. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോൾ ഓർത്തു OTT അല്ല തിയേറ്ററിൽ കാണണ്ടായിരുന്നു. ഏതായാലും സിനിമയുടെ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കല്യാണത്തിൻ്റെ ഒരു സീനാണിത്. അത് ഒരലമ്പും കാര്യങ്ങളൊക്കെ ഇവന്മാരെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ സത്യത്തിൽ റിയൽ വേൾഡിൽ നമ്മളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതാണ്, കൈകൊണ്ട് കൈകാര്യം ചെയ്യുന്നതാണ് പതിവ്. പക്ഷേ ഇവിടെ പിന്നെ വെറൈറ്റി ആയിരുന്നു, വടംവലിയായിരുന്നു ഇതിനകത്ത്. പക്ഷേ ഇതിനകത്ത് പാവം നമ്മുടെ ബാസിയുടെ ടീം പൊട്ടി. പിന്നെയുള്ള സീന് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ആയിരുന്നു. കൊടൈക്കനാൽ ആദ്യം ഇവർ ഗോവയിൽ പോകണമെന്നാണ് പ്ലാൻ ചെയ്തത്. പിന്നെ പണത്തിൻ്റെ കുറവുകൊണ്ട് ഇവർ പിന്നെ വടംവലിയും ഇതൊക്കെ അല്ലേ, ഏതായാലും കൂലിയും ജോലിയില്ലാത്തവരും പലപ്പോഴേക്ക് ജോലിക്കൊക്കെ പോകത്തുള്ളൂ. ഇവന്മാർക്കധികം പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കൊടൈക്കനാലാക്കി. അപ്പോൾ പിന്നെ ഉള്ള കൊടൈക്കനാലിലെ ആ യാത്രാ സീൻസും പിന്നെ ഇടയ്ക്കുള്ള രാത്രിയിലെ സീൻസും, രാത്രി സീനുകളൊക്കെ ഉണ്ട് അത് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ആ സീനും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ റിയൽ വേൾഡിൽ നമ്മൾ യാത്രകളൊക്കെ ചെയ്യാറില്ലേ, ഇങ്ങനെ പ്ലാനിങ്ങും പിന്നെ ഫ്രണ്ട്സുമായിട്ടൊക്കെ എൻജോയ് ചെയ്യുന്നത്, ആ ഒരു പഴയ ഒരു റിയൽ ലൈഫ് വൈബ് ആ ഒരു സീൻസൊക്കെ കണ്ടപ്പം കിട്ടിയത്. പിന്നെ പോകുമ്പോഴാണ് സിനിമയുടെ ഒരു ഏകദേശം ഹാഫ് കഴിഞ്ഞപ്പോഴാണ് സംഗതി ശരിക്കുള്ള കഥ ആരംഭിച്ചത്. പിന്നെന്താണെന്ന് വെച്ചാൽ അതൊരു ക്ലൈമാക്സ് തന്നെയാണ്, അത് സസ്പെൻസാണ് കേട്ടോ, സ്പോയിലറാണ്, ബാക്കി കഥകളൊന്നും പറയുന്നില്ല. പിന്നെ ഇതിൻ്റെ മേക്കിംഗ് ക്വാളിറ്റി ആണേലും പിന്നെ അതിൻ്റെ ഡയറക്ഷൻ ആണേലും എല്ലാം കൊണ്ട് അതിഗംഭീരമായിട്ടുണ്ട്. ഞാൻ ശരിക്കും ആസ്വദിച്ചു, എൻജോയ് ചെയ്താണ് ഈ സിനിമ ലാസ്റ്റ് വരെ കണ്ടത്. അപ്പോൾ സിനിമ കണ്ടിട്ടില്ലാത്തവർ, അങ്ങനെ കാണാൻ ഉദ്ദേശമുള്ളവർ, കഥ എന്താണെന്ന് അറിയാൻ ഉള്ളവർ ദയവായി OTTയിൽ കാണുക. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് ഉള്ളത്. ഓക്കെ, അപ്പം പിന്നെ ഉള്ള സീൻസ്, സൗബിൻ ഷാറിൻ്റെ സീൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. സൗബിൻ ഷാർ നന്നായിട്ട് അഭിനയിച്ചു. ബാസി പിന്നെ റെസ്റ്റ് ഓഫ് ദ കാസ്റ്റ് മെമ്പേഴ്സ് എല്ലാം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു ഒരു പടം. ഇതിനകത്ത് മമ്മൂട്ടിയും മോഹൻലാലും ടോവിനോ തോമസ് ഒന്നുമില്ല. പക്ഷേ എന്നിട്ടും വെറും മൈനർ കാസ്റ്റ്, ചെറിയ കാസ്റ്റ് മെമ്പേഴ്സാണുള്ളത്. പ്രേമലുവിൻ്റെ തൊട്ട് ഇതിനകത്ത് അതുപോലത്തെ ഒരു സിനിമ. അപ്പോൾ എന്നിട്ടും ഈ സിനിമ 200 കോടിക്ക് മുകളിലടിച്ച്, 250 കോടിക്ക് മുകളിലടിച്ച്. അപ്പം കണ്ടൻറ്റാണ് ദ റിയൽ കിങ്. ഇതിനകത്ത് റിയൽ സ്റ്റാർ കാസ്റ്റ് ഇപ്പം ടോവിനോ തോമസ്, ദുൽഖർ സൽമാൻ്റെ കൂട്ടുള്ളവരാണെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ ആയിരുന്നെങ്കിൽ ഇതിലും കോടികൾ നേടിയേനെ. പക്ഷേ കാര്യമില്ല, സിനിമ കൊള്ളത്തില്ലെങ്കിൽ താഴെ പോവും, കോടിയും പോവും, എല്ലാം പോവും. കണ്ടൻറ്റ് ഇസ് ദ റിയൽ കിങ്. അത് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ദിസ് മഞ്ഞുമൽ ബോയ്സ്. സോ കാണുക, OTTയിൽ കാണുക. ഏതായാലും തിയേറ്ററിൽ ഇനിയും കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, ഏതായാലും UAEലെല്ലാം പോയി. അപ്പോൾ ഏതായാലും OTT വന്നിട്ടുണ്ട്. ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്. സോ ഞായറാഴ്ച ദിവസം എൻജോയ് ചെയ്യുക. അല്ലെ പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിലോ അല്ലെങ്കിൽ നാളെ രാത്രിയിലോ എൻജോയ് ചെയ്യണം. നാളെ ഏതായാലും മൺഡേ അല്ലേ, ജോലിക്ക് പോകുന്ന ദിവസമല്ലേ. മൺഡേ എപ്പോഴെങ്കിലും ഇത് സമയം കിട്ടുമ്പോൾ മഞ്ഞുമൽ ബോയ്സ് കാണുക. ദെൻ എൻജോയ്. ഓക്കെ, ബൈ ബൈ.